ഹലോ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ സൈക്കോ. ഇന്ന് നമ്മൾ ഒരു ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ബട്ടറും ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ പറയണ ആ ഒരു അളവുകൾ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലാണ് ആ ഒരു കറക്റ്റ് ബ്രൗണിയുടെ ആ ഒരു സംഭവം ആ ഒരു ഇതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാമും ബട്ടർ 70 ഗ്രാമുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യം 3 മുട്ടയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. ഈ മുട്ടയിലേക്ക് മുട്ട ബീറ്റ് ചെയ്യണതിന് മുമ്പ് നമുക്കിത് ആഡ് ചെയ്യണം. എന്നാലാണ് ആ ഒരു മുട്ടയുടെ ആ ഒരു മണം ആ ഒരു ബ്രൗണിയിലേക്ക് കിട്ടാണ്ടിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ടൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യണത്. അപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ബീറ്റ് ഒരു 2 മിനിറ്റ് ഏകദേശം ചെയ്താൽ മതിയാവും. കാരണം നല്ല ഫ്ലഫി ആയിട്ട് മുട്ട ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേക്കിൻ്റെ ടെക്സ്ചറിലേക്ക് വരും. അപ്പോൾ നമുക്ക് കേക്കല്ലല്ലോ വേണ്ടത്, നമ്മൾ ബ്രൗണി അല്ലേ. അപ്പോൾ ആ ബ്രൗണിയുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒരു ഇളം മഞ്ഞ നിറമാവുന്നവരെ ബീറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് 1 കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചെറുതായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കണ ചോക്ലേറ്റും ബട്ടറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് മൈദയും കൊക്കോ പൗഡറുമാണ്. അപ്പോൾ മൈദ 3/4 കപ്പും കൊക്കോ പൗഡർ 1/4 കപ്പുമാണ് അരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എന്നാലാണ് നല്ലതുപോലെ അത് മിക്സ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയറിൻ്റെ ടിന്നാട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ബ്രൗണി നമ്മൾ സാധാരണ സ്ക്വയറിൻ്റെ ഷേപ്പാണ് എടുക്കാറ്. ചിലപ്പോൾ ചിലവർ ഹാർട്ടിൻ്റെയൊക്കെ ഷേപ്പ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ടിന്നെടുത്തിട്ട് നമ്മൾ ഹാർട്ടാക്കും. അപ്പോൾ ഞാനിവിടെ സ്ക്വയറാണ് എടുത്തേക്കണത്. നമ്മൾ ഓവൻ 10 മിനിറ്റേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. അപ്പോൾ ബ്രൗണി ഉണ്ടാക്കാൻ ഒരു ബേക്കിൽ 25 മിനിറ്റാണ് നമുക്ക് ബ്രൗണി ബേക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇനി ഓവൻ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനിട്ടിട്ട് ഞാൻ ഇവിടെ എൻ്റെ ബാറ്ററി ഓവനിലേക്ക് വെക്കാണ്. കറക്റ്റ് 25 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഈ ഒരു ബ്രൗണിയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു ഇതില്ലേ, അങ്ങനെ പൊട്ടി ഇതായി ഇരിക്കണ പോലെ ആ ഒരു സംഭവമാണ് നമ്മുടെ ബ്രൗണിയുടെ ആ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചർ എന്ന് പറയണത്. അപ്പോൾ എന്തായാലും ബ്രൗണി ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഇതിൽ കൊടുത്തേക്കണ ആ ഒരു അളവിൽ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ഇതിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.